ഇന്ന് ഞാനൊരു വെറൈറ്റി മന്തി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു വെറൈറ്റി മന്തി റെസിപ്പി ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തത് ബസ്മതി റൈസ്. സാധാരണ ഞാൻ എടുക്കൽ മന്തി റൈസ് തന്നെയാണ്. മന്തി റൈസിനെ കൊണ്ട് ഞാൻ മന്തി ഉണ്ടാക്കുക. ബസ്മതിനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അരി കുതിർക്കാൻ വെച്ചിട്ട് ഞാൻ ചിക്കൻ എടുത്ത് അത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും ഒരു ക്യാപ്സിക്കും പിന്നെ 3 മാഗി ക്യൂബും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാഗി ക്യൂബ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ശ്രദ്ധിച്ചിട്ടേ ഇടാവും. അങ്ങനെ 3 മാഗി ക്യൂബും അടച്ചിട്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ കുറച്ച് സമയം അങ്ങോട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് തക്കാളി ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കുക. തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും ഈ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനിൽ അത് ഒന്ന് പുരട്ടി കൊടുക്കുക. സാധാരണ മന്തി ഉണ്ടാക്കുന്നതിൽ ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊന്നും ഇടില്ല. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ട് ഒന്ന് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക. ആ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ അരി തിളപ്പിക്കാൻ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരുപാട് നാളായി വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ പല അബദ്ധങ്ങളും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുള്ളി തട്ടുക. കുറച്ചുള്ളി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ മസാലയില്ലേ, ആ ചിക്കൻ വെന്ത മസാലയിലേക്ക് തന്നെ ഉള്ളി തട്ടിയിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി പേസ്റ്റാക്കി വെച്ചതില്ലേ അതും കൂടെ തട്ടുക. അതിനുശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആ ബസ്മതി റൈസ് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചോറ് അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ദമ്മാവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നല്ല അടിപൊളി മന്തിയായിട്ട് നമുക്ക്